എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നിവിടെ നോക്കുന്നത് നമ്മുടെയൊക്കെ ലക്ഷ്യങ്ങളൊന്ന് വ്യക്തമാക്കാനും ഒരു പേഴ്സണൽ ഡിറക്ഷൻ കണ്ടെത്താനുമൊക്കെ സഹായിക്കുന്ന ചില ചിന്തകളാണ്. അതെ, ഇത് ശരിക്കും പറഞ്ഞാല് ഒരു സ്വയം കണ്ടെത്തൽ യാത്രയുടെ ഭാഗമായിട്ടുള്ള ചില കാര്യങ്ങളാണല്ലേ? അതെ, ഇതിലൊരു 4 പ്രധാന പോയിന്റുകൾ പറയുന്നുണ്ട്. ലോകത്തിന് എന്ത് വേണം, നമുക്കെന്താണിഷ്ടം, ഉം, പിന്നെ നമ്മൾ എന്തിലാണ് മിടുക്കർ, ഇത് 4ഉം എങ്ങനെ ഒരുമിപ്പിക്കാം എന്നുള്ളതാണ്. ശരിയാണ്. അപ്പോ നമുക്ക് അതിലേക്കൊന്ന് ആഴത്തിൽ നോക്കിയാലോ? തീർച്ചയായും ഈ ഘടകങ്ങൾ ഓരോന്നായിട്ട് മനസ്സിലാക്കിയെടുക്കുന്നത് നല്ലതാണ്. അപ്പോ ആദ്യത്തെ കാര്യം ഈ നിങ്ങളുടെ ലോകം കണ്ടെത്തുക എന്നതാണല്ലേ? അതായത് നമ്മൾ ആരെയാണ് ശരിക്കും സഹായിക്കാൻ നോക്കുന്നത്? ആ, അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. കാരണം നിങ്ങളുടെ ആ നോട്ട്സിൽ പറയുന്നത് പോലെ എല്ലാവരെയും സഹായിക്കാമെന്ന് വിചാരിക്കുന്നത് അത് നടക്കില്ല. ശരിയാണ്, കുറച്ചുകൂടി ഫോക്കസ്ഡ് ആകണമല്ലേ? ഒരു പ്രത്യേക ഗ്രൂപ്പ്, ചിലപ്പോൾ പ്രായം വെച്ചോ അല്ലെങ്കിൽ അവരുടെ താൽപ്പര്യം വെച്ചോ. അതെ, അല്ലെങ്കിൽ അവർ നേരിടുന്ന ഒരു പ്രശ്നം. നിങ്ങളുടെ ആ ഉദാഹരണം ഓർമ്മയില്ലേ? പ്രാർത്ഥനയിൽ ഒരു സ്ഥിരത കിട്ടാത്തവരെ സഹായിക്കുന്ന കാര്യം. ഓ, ഓർക്കുന്നുണ്ട്. വളരെ സ്പെസിഫിക് ആയ ഒരു ഗ്രൂപ്പ്. അതെ, അങ്ങനെ ഒരു ഗ്രൂപ്പിനെ നമ്മൾ കണ്ടെത്തി എന്നു വെക്കുക. അടുത്ത സ്റ്റെപ്പ് എന്താ? അടുത്തത് ആ നിർവചിക്കപ്പെട്ട ലോകത്തിന്, അതായത് ആ ആളുകൾക്ക് ശരിക്കും എന്താണ് ആവശ്യമെന്ന് ചിന്തിക്കലാണ്. അവർക്ക് എന്ത് മാറ്റമാണ് വേണ്ടത്? അവർക്ക് എന്ത് തരം ഒരു എക്സ്പീരിയൻസ് ആണ് വേണ്ടത്, അല്ലെങ്കിൽ എന്ത് സപ്പോർട്ടാണ് ആവശ്യം? നമ്മൾ അവരുടെ സ്ഥാനത്ത് നിന്ന് ചിന്തിക്കണം. ആ എംപതി മാപ്പ് ഉണ്ടാക്കുന്ന കാര്യം സൂചിപ്പിച്ചിരുന്നല്ലോ. അത് ഇവിടെ ആയിരിക്കും ഉപകാരപ്പെടുക അല്ലേ? തീർച്ചയായും അവരുടെ വേദന, അവരുടെ ആഗ്രഹം ഒക്കെ മനസ്സിലാക്കാൻ അത് സഹായിക്കും. ശരി, അപ്പൊ അതും മനസ്സിലാക്കി. ഇനിയിപ്പോ നമ്മളിലേക്ക് തന്നെ വരണം. പൈസയോ സമയമോ ഒന്നും ഒരു പ്രശ്നമല്ലായിരുന്നെങ്കിൽ നമ്മൾ എന്തായിരിക്കും ശരിക്കും ചെയ്യാൻ ഇഷ്ടപ്പെടുക? ഹാ, ഏത് കാര്യത്തിൽ മുഴുകുമ്പോഴാണ് നമ്മൾ സമയം പോകുന്നത് അറിയാത്തത്? അവിടെ ഒരു കാര്യമുണ്ട്. ഈ താൽക്കാലിക സന്തോഷങ്ങളല്ല ഉദ്ദേശിക്കുന്നത്, അല്ലേ? സിനിമ കാണുന്ന പോലെയല്ല. അല്ല. അതായത് നമുക്കൊരു ഡീപ്പ് സാറ്റിസ്ഫാക്ഷൻ തരുന്ന, ഒരു ഊർജം തരുന്ന കാര്യങ്ങൾ. നിങ്ങളുടെ നോട്ട്സിൽ അക്കാര്യം പറയുന്നുണ്ട്. നമ്മൾ ഏറ്റവും ഹാപ്പിയായി എനർജറ്റിക് ആയിരുന്ന നിമിഷങ്ങൾ ഓർക്കുന്നത് നല്ലതാണ്. ഓക്കെ, അപ്പോ നമ്മുടെ ഇഷ്ടം കണ്ടെത്തി. ഇനി അടുത്തത് നമ്മുടെ കഴിവ്. നമ്മൾ എന്തിലാണ് സ്വാഭാവികമായിട്ട് മിടുക്കിലുള്ളത്? ഒരു സൂപ്പർ പവർ എന്നൊക്കെ അതിൽ പറയുന്നുണ്ടല്ലോ. അതെ, നമ്മുടെ ഒരു സ്ട്രോങ് പോയിന്റ്. അത് ചിലപ്പോ ടെക്നിക്കൽ സ്കിൽസ് ആകാം, അല്ലെങ്കിൽ സോഫ്റ്റ് സ്കിൽസ് ലൈക്ക് കമ്മ്യൂണിക്കേഷൻ സ്കിൽ, അല്ലെങ്കിൽ പ്രശ്നം പരിഹരിക്കാനുള്ള കഴിവ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. തീർച്ചയായും രണ്ടും പ്രധാനമാണ്. ചിലപ്പോ നമുക്ക് തന്നെ അത് മനസ്സിലായിന്ന് വരില്ല. അപ്പം മറ്റുള്ളവരോട് ചോദിക്കുന്നത് നല്ലതാണ്, നിങ്ങളുടെ ആ നോട്ട്സിൽ പറയുന്ന പോലെ. എന്റെ ഏത് കഴിവാണ് നിങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്പെട്ടത് എന്നൊരു ചോദ്യം ചോദിക്കുന്നത് നല്ല ഐഡിയ ആണ്. അതെ, അപ്പൊ നമുക്ക് ഏകദേശം 4 കാര്യങ്ങളായി. നമ്മൾ സഹായിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ, അവരുടെ ആവശ്യം, നമ്മുടെ ഇഷ്ടം, നമ്മുടെ കഴിവ്. ഇനി ഇവയെല്ലാം ഒരുമിപ്പിക്കണമല്ലേ? അതിനൊരു ഫോർമുല പോലെയൊന്നും കൊടുത്തിട്ടുണ്ടല്ലോ. ആ വാചകം ഓർക്കുന്നുണ്ടോ? ഏതാണ്ടിങ്ങനെയാണ്: ഒരു ലക്ഷ്യം അല്ലെങ്കിൽ സ്വപ്നം യാഥാർത്ഥ്യമാവുന്ന ഒരു ലോകത്തിനു വേണ്ടി ഞാൻ പ്രവർത്തിക്കും. അതിനായി ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം അല്ലെങ്കിൽ മിഷൻ ചെയ്യും. സഹായിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് വേണ്ടി. കാരണം എനിക്കിഷ്ടം നമ്മുടെ പാഷനാണ്. കൂടാതെ ഞാൻ നമ്മുടെ കഴിവ് അല്ലെങ്കിൽ സൂപ്പർ പവർ എന്നതിൽ മിടുക്കിയാണ്. ആഹാ, ഇത് കൊള്ളവല്ലോ. ആ പരിവർത്തനാത്മക വിദ്യാഭ്യാസ അനുഭവങ്ങൾ നൽകുന്ന ഒരാളുടെ ഉദാഹരണം ഇതിന് നല്ലൊരു കണക്ഷൻ തരുന്നുണ്ട്. അതെ, പക്ഷെ ഒരു കാര്യമുണ്ട്. ഈയൊരു ക്ലാരിറ്റിയിലേക്ക് എത്താൻ അതിന് കുറച്ച് സമയമെടുക്കും. ഇതൊരു യാത്രയാണ്. അത് ശരിയാണ്. ഒറ്റയടിക്ക് ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. ഇല്ല, ഈ ഘടകങ്ങളൊക്കെ ഇങ്ങനെ മാറി മാറി ചിന്തിച്ച് അതിൻ്റെ ഒരു ബാലൻസ് കണ്ടെത്തണം. പിന്നെ നിങ്ങളുടെ നോട്ട്സിലെ പ്രധാനപ്പെട്ട നിർദ്ദേശം, തുടക്കത്തിൽ ഈ പൈസയുടെ കാര്യം അധികം ചിന്തിക്കാതിരിക്കുക. ഓക്കെ, അതെന്തിനാ? എന്നാലേ നമ്മൾ കൂടുതലും സത്യസന്ധമായിട്ട് നമ്മുടെ ഇഷ്ടങ്ങളും കഴിവുകളും ഒക്കെ നോക്കുകയുള്ളൂ. പണമുണ്ടാക്കാനുള്ള വഴി പിന്നെ ആലോചിക്കാം. ശരിയാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, നമ്മുടെ ഓഡിയൻസിനെ തീരുമാനിക്കുക, അവരുടെ ആവശ്യം മനസ്സിലാക്കുക, നമ്മുടെ ഇഷ്ടവും കഴിവും തിരിച്ചറിയുക, എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് കണക്ട് ചെയ്യാൻ ശ്രമിക്കുക. അതെ, ഇതൊരു തുടർച്ചയായ പ്രോസസ്സാണ്. അപ്പോൾ ഈ കേൾക്കുന്നവർക്ക് ആ ഒരു രൂപരേഖ മനസ്സിൽ വെച്ച് ഒന്ന് ആലോചിക്കാവുന്നതാണ്. ലോകത്തിന്റെ ആവശ്യം, നിങ്ങളുടെ ഇഷ്ടം, കഴിവ്, ലക്ഷ്യം, ഇവയൊക്കെ തമ്മിൽ എവിടെയെങ്കിലും ഒരു കണക്ഷൻ തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ ചിലപ്പോൾ ചില പൊരുത്തക്കേടുകളായിരിക്കും കാണുന്നത്. അതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കുന്നത് തന്നെ ഒരു നല്ല തുടക്കമാണ്.